തെരഞ്ഞെടുപ്പിനിടെ സിപിഐഎമ്മിനെ വെട്ടിലാക്കി അടൂർ സഹകരണ ബാങ്ക് ക്രമക്കേട്. അഴിമതിക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തുടർ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. മുൻ ഭരണസമിതിയുടെ കാലത്ത് 75 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നാണ് മഹിളാ അസോസിയേഷൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയായ പൊൻ താമരപിള്ള ആരോപിച്ചത്. കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും മുൻ പ്രസിഡന്റ് പറയുന്നു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രവീൺ. തെരഞ്ഞെടുപ്പാണ്, ഇത്തരം ആരോപണങ്ങൾക്ക് ചൂടേറും. ഇതിൽ പൊൻ താമരപിള്ള കൂടുതൽ ആരോപണം ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ CPM ജില്ലാ നേതൃത്വം ഒരു പ്രതികരണം നടത്തിയിട്ടില്ലല്ലോ അല്ലെ ഇതിൽ. ഒപ്പം പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നീങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജിവെച്ച ആ ഒരു സംഭവം, അതും ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് രാജിവെച്ച സംഭവം CPM-നെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 5 മണ്ഡലങ്ങളിലും അത് പ്രതിരോധത്തിലാക്കും. ഇന്നലെയാണ് അടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രസിഡന്റ് പൊൻ താമരപിള്ള രാജിവെച്ചത്. മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് ബാങ്കിൽ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു രാജി വന്നിരിക്കുന്നത്. 75 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്നു. മതിയായിട്ടുള്ള വായ്പ ഈടില്ലാതെ വായ്പകൾ അനുവദിച്ചു. വായ്പ തിരിച്ചടവ് മുടങ്ങി. അതുകൊണ്ട് തന്നെ ബാങ്ക് നഷ്ടത്തിലാണെന്നും പൊൻ താമരപിള്ള പറയുന്നു. ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പ് മന്ത്രിക്ക് പൊൻ താമരപിള്ള പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അടൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് സമരം നടത്തിയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവുക, ഒപ്പം തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുക എന്നുള്ളതാണ്. തുടർ സമരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അടൂർ നിയമസഭാ മണ്ഡലം, ഒപ്പം തന്നെ സമീപത്തുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും അത് ഇടതുപക്ഷത്തിനെതിരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ കൂടിയാണ് പൊൻ താമരപിള്ള. അതായത് പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ, CPM-ന്റെ നേതാവിന്റെ ഭാര്യ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. എന്നാലും പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പ്രതിഷേധം തന്നെ തുടരും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.